ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ഈ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണേണ്ടത്? PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു എന്ന് CPM ഉറപ്പിക്കുന്ന മട്ടിലല്ലേ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും കാണേണ്ടത്? ദിലീപ്. ഹാഷ്മി, നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. CPIM പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ 1967 ശേഷം ആദ്യമാണ് നിലമ്പൂരിൽ CPIM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ എം സ്വരാജ് മത്സരിക്കാനിറങ്ങുന്നു. ഈ മണ്ഡലം, നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായത് 1965-ലാണ്. അന്ന് മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ മണ്ഡലം ഉണ്ടാകുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് കെ കുഞ്ഞാലിയാണ്. CPIM നേതാവ് കുഞ്ഞാലിയായിരുന്നു. 67-ലും കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. 65-ലെ തെരഞ്ഞെടുപ്പിൽ ലീഗും PSPയുമായി CPIM സഖ്യമുണ്ടാക്കിയെന്ന ആരോപണം അത് ഉന്നയിച്ചത് CPI ആണ്. നേരത്തെ തന്നെ അത്തരമൊരു ആരോപണം ഉണ്ടായിരുന്നു. പരസ്യമായൊരു ധാരണയില്ലെങ്കിൽ പോലും 65-ൽ ലീഗുമായി CPIMന് ധാരണയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 65-ൽ കുഞ്ഞാലി ജയിക്കുന്നു. 67-ൽ സപ്തകക്ഷി മുന്നണി CPIMന്റെ ഭാഗമാകുന്നു. മുസ്ലിം ലീഗ്, CPI ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ 67-ലും CPIM വിജയിക്കുന്നു. പിന്നീട് സ്വതന്ത്രരെ നിർത്തിയുള്ള പരീക്ഷണമാണ് പലപ്പോഴും CPIM നിലമ്പൂരിൻ്റെ കാര്യത്തിൽ അനുവർത്തിച്ചത്. അത് 1982-ൽ TK ഹംസ അവിടെ മത്സരിച്ച് ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നു. മലപ്പുറം DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ CPIM നിർത്തിയാണ് മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് 2016-ലും 2021-ലും PV അൻവറിലൂടെ മണ്ഡലം ഇടതുമുന്നണി നിലനിർത്തുകയും ചെയ്തു. ഇപ്പോൾ PV അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് മാറിയതിനു ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തെ വീണ്ടും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് എം സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂർ സ്വദേശിയാണ് എം സ്വരാജ്. നിലമ്പൂരിലെ പോത്തുകൽ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള എം സ്വരാജ് പിന്നീട് തൃപ്പൂണിത്തുറയിൽ 2016-ൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തി വിജയിച്ചു. 2021-ൽ കെ ബാബുവിനോട് നിസ്സാര വോട്ടുകൾക്ക്, 1000-ൽ പരം വോട്ടുകൾക്ക് എം സ്വരാജ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്വരാജിനെ വീണ്ടും പാർലമെന്ററി രംഗത്തേക്ക് CPIM നിയോഗിച്ചിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കുന്നതിനും നിലനിർത്തുന്നതിനു വേണ്ടി, ഇടതുമുന്നണിയുടെ ഭാഗമായി നിലനിർത്തുന്നതിനു വേണ്ടി വീണ്ടും എം സ്വരാജിനെ CPIM നിലമ്പൂരിലേക്ക് കൊണ്ടുവരികയാണ്. നിലമ്പൂർ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇതോടെ വേദിയാകുമെന്ന കാര്യം ഉറപ്പാണ്. PV അൻവർ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. അൻവറിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാട് ഇപ്പോൾ വരെ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചിട്ടുണ്ട്. എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി ഞാൻ ചോദിച്ചതാണ്, എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ വോട്ടും അവിടെ നിർണായകമാവുന്ന സാഹചര്യം ഉണ്ടാകും. PV അൻവർ നിൽക്കുകയാണെങ്കിൽ അൻവർ ഒരു 5000 വോട്ടെങ്കിലും പിടിച്ചാൽ ആ വോട്ട് ആർക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇനി പഴയ മട്ടിലാവില്ല അൻവർ UDF സംവാദം. ദിലീപ്. ഹാഷ്മി, അതെ, ഇനി മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ കാര്യത്തിൽ പഴയ കണക്കാവില്ല. പല സ്വതന്ത്രരും നിർത്തും എന്നൊക്കെയാണ് നേരത്തെ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കില്ല എന്ന ധാരണ UDF നേതാക്കൾക്കുണ്ടായിരുന്നു. മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളതാണ്. മണ്ഡല ചരിത്രം പൊതുവെ പരിശോധിച്ചാൽ. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ തന്നെ അടിയൊഴുക്കുകളാണ് അവിടെ UDFന് വിഘാതമായത് എന്നാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിത്തവണ ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ എം സ്വരാജിനെ കൊണ്ടുവന്ന് CPIM ശക്തമായ മത്സരത്തിനും മണ്ഡലത്തിൽ വിജയമാണ് ലക്ഷ്യം എന്ന് ഉറപ്പിച്ചുകൊണ്ട് CPIM എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ അൻവറിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പിടിവാശി UDF നേതാക്കൾ തുടരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അൻവറും വിട്ടുവീഴ്ചയുടെ ചില സമീപനങ്ങൾ സ്വീകരിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും അൻവർ ഇന്ന് രാവിലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം അത് ഉപേക്ഷിച്ചുകൊണ്ട് UDF നേതാക്കളുമായിട്ടുള്ള അനൗപചാരിക ചർച്ചകൾ പല തലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അൻവർ നേരത്തെ UDF നേതാക്കൾ തീരുമാനിച്ചതുപോലെ UDFൽ അസോസിയേറ്റ് ഘടകകക്ഷിയായി കൊണ്ടുവന്നുകൊണ്ട് അൻവറിൻ്റെ പങ്കാളിത്തം കൂടി, അൻവറിൻ്റെ പിന്തുണ കൂടി UDF സ്ഥാനാർത്ഥിക്ക് ഉറപ്പാക്കിക്കൊണ്ട് അൻവർ നേരത്തെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അത് പിൻവലിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയുള്ള രംഗങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കേരളം കണ്ടേക്കാം. ഇപ്പോൾ CPIMൻ്റെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ
പ്രഖ്യാപനം വന്നിരിക്കുന്നു. 1967 ശേഷം CPIM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി